ഇതേ ഈ വടക്കേന്ത്യയിലൊന്നും പെൺകുട്ടികളാരും പഠിപ്പിക്കില്ല, സ്കൂളിൽ പോലും വിടൂല, പിന്നെയല്ലേ കോളേജ്. അതുകൊണ്ട് പെൺകുട്ടികൾ സ്കൂളിലും കോളേജിൽ വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചില ആനുകൂല്യങ്ങൾ കൊടുക്കും. ആദ്യം മണ്ടന്മാർ കേരളത്തിൽ കൊണ്ടുവന്ന് നോക്കുക, കേരളത്തിൽ ഇതുവല്ലം കൊടുക്കണോ പെൺകുട്ടികൾ സ്കൂളിൽ പോകാനും കോളേജിൽ പോകാനും? വേണ്ടത് എന്താ? ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കോളേജിൽ പഠിക്കുമ്പോൾ നൈപുണ്യ പരിശീലനം വേണം ജോലി കിട്ടാൻ വേണ്ടി. അതിന് പ്രോത്സാഹനം വേണ്ടി പണം കൊടുക്കണം. നമ്മളാ കൊടുക്കണത് വർക്ക് ടു കണക്ട് വർക്ക് 1000 രൂപ വെച്ച്. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യം ഒന്നും അറിയാതെ പറയണതാണ്. ഇതുപോലെയാണ് KSRTC മുങ്ങി തകരാൻ പോയതിന് 12,000 കോടി രൂപയാണ് കേട്ടോ ധനസഹായം കൊടുത്തിട്ടുള്ളത് KSRTC നിലനിർത്താൻ. പൊതു ഗതാഗത സംവിധാനം വേണം. KSRTC പോലത്തെ നമ്മൾ നാളെ സ്വപ്നം കാണുന്ന കേരളത്തിൽ നല്ല അതിവേഗ റെയിൽ പാത ഉണ്ടാവും. അത് വന്നു കഴിഞ്ഞാൽ പല സ്ഥലത്തല്ലേ, എല്ലായിടത്തും നിർത്തൂല്ലോ. നിർത്തിക്കഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടാവണം, നല്ല സുന്ദരം. നിങ്ങൾ പോകേണ്ട പട്ടണത്തിലെ സ്ഥലത്തൊക്കെ പോകാൻ അവിടെ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ ആ ടിക്കറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓട്ടോ കയറി വീട്ടിൽ പോവാം. അവിടെ ഇറങ്ങി നടന്നു പോകാൻ വേണ്ട ഫുട്പാത്ത് വേണം. ഇനി വല്ല കടത്താൻ പറ്റുകയാണെങ്കിൽ ടിക്കറ്റ് വെച്ച് തന്നെ മെട്രോയിൽ വാട്ടർ മെട്രോയുടെ പോകാൻ പറ്റും. ഇങ്ങനത്തെ ഗതാഗത സംവിധാനത്തിൽ പൊതുഗതാഗതം അനിവാര്യമാണ്. ഇപ്പൊ KSRTC നിലനിർത്തണം. അപ്പൊ അതിനെങ്ങനെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചതാണ്. ഇപ്പൊ തന്നെ 12,000 കോടി രൂപയാണ് 10 വർഷം കൊണ്ട് നഷ്ടം. അപ്പോ ഇപ്പോൾ ഉള്ള വരുമാനത്തിന്റെ പാതി വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ഇത് സാധനം നിൽക്കുമോ? ഇത് നന്നാക്കാനല്ല, ഇല്ലാതാക്കാനാണ്.